അപ്പോൾ നമ്മുടെ വാളക്കറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറാണ് കാണാൻ. ഇവനെ നമ്മൾ ചോറും കൂടി ഒരു പിടുത്തം പിടിച്ചാൽ അടിപൊളിയായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലീഷ സ്പേസ്. ഇന്ന് നമ്മളൊരു നാടൻ സ്റ്റൈലിൽ ഒരു മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ നാടൻ സ്റ്റൈലിൽ ഒരു മീൻകറി. ഇത് നമ്മൾ നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ച വാള വെച്ചുള്ള മീൻകറിയാണ് കേട്ടോ. മീനൊക്കെ പിടിച്ച് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ പിടിക്കുന്നത് മീൻ കുളത്തിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് പതുക്കെ ചെയ്യാം കേട്ടോ. ആദ്യമേ തന്നെ 4 പുളിയും 2 സ്പൂൺ ഉപ്പും കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് ഇതുപോലെ നമുക്ക് വെക്കണം. പിന്നെ ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. പിന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, 2 ഇതിൽ കറിവേപ്പില റെഡിയാക്കി നമുക്ക് വെക്കാം. അതിനുശേഷം നമ്മുടെ പാത്രം ചൂടാക്കാൻ വെക്കുക. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ കടുകും ഉലുവായും ചേർക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും. നമ്മളിട്ട വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെയും പച്ച മണം മാറുന്നിടം വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. മീൻകറിക്ക് നല്ല കളർ വരാൻ വേണ്ടി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആദ്യമേ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളിയും ഉപ്പും ഇല്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കഴിയുമ്പോൾ വരുന്ന ഏകദേശം അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ആയോ ഇല്ലയെന്ന് നോക്കാം. അതിനുശേഷം ഉപ്പ് കൂടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നമ്മുടെ മീൻ കുളത്തിൽ നിന്ന് പിടിച്ച വാളയാണ്. മീൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മീനിൻ്റെ ആ എരിവും പുളിയും എല്ലാം, നമ്മുടെ മീൻകറിയുടെ എരിവും പുളിയും എല്ലാം അതിലേക്ക് പിടിക്കത്തുള്ളൂ. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ തിളയ്ക്കാൻ വേണ്ടി മൂടി വെക്കുന്നതിന് മുമ്പ് ആ 2 ഇതിൽ കറിവേപ്പിലയില്ല നമ്മൾ ആദ്യമേ എടുത്തു വെച്ചാൽ അത് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഇതുപോലെ വെക്കുക. ഇപ്പം തന്നെ അടിപൊളി സ്മെല്ലാണ് വരുന്നത്. എന്നിട്ട് നമ്മളിത് മൂടി വെക്കുക, വേകാൻ വേണ്ടി മൂടി വെക്കുക. ഇതൊക്കെ കണ്ടില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് മൂടി ഒന്ന് പൊക്കി നോക്കിയപ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് വെന്ത് വരുന്നുണ്ട്. നല്ല അടിപൊളി മണമാണ് വരുന്നത്. സൂപ്പറാണ്. ഈ ഒരു ഭാഗം ആകുമ്പോഴത്തേക്കും നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കണം. അപ്പോഴത്തേക്കും ഇതിൻ്റെ മസാലയൊക്കെ ചെല്ലാത്തടത്തേക്ക് ആ മീൻകറിയൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് വരും. പിന്നെ മസാലയൊക്കെ പിടിക്കാതെ വല്ല മീൻ കഷ്ണങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ചാറ് കോരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാരണവശാലും നമ്മളിത് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. കാരണം വെന്തിരിക്കുന്ന മീനാണ്, ഈസി ആയിട്ട് പൊടിഞ്ഞു പോകും. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമില്ലേ, അത് എല്ലാം തിളച്ച് മീനിൻ്റെ ഒപ്പത്തിന് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാനുള്ള പരുവമാവും. ഇതിപ്പോൾ കറക്റ്റാണ്, മീനിൻ്റെ ഒപ്പമാണ്. അതിനുശേഷം 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമുക്ക് മീനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൂടി വെക്കാം. അപ്പം നമ്മുടെ വാളക്കറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറാണ് കാണാൻ. ഇവരെ നമ്മൾ ചോറും കൂടി ഒരു പിടുത്തം പിടിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.